ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ വീഡിയോ കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോർമൽ മെഷീനെ കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടേബിൾ ടോപ്പ് മെഷീനായിട്ടുള്ള ഉഷ ജീനോമിൻ്റെ വണ്ടർ സ്റ്റിച്ചിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു മെഷീനാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ മറ്റതിനെ അപേക്ഷിച്ച്. കാരണം ഇത് നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്കിതിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോയും ഈ ഒരു വീഡിയോയും കണ്ടിട്ട് ഇനി മെഷീൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടും കൂടി താരതമ്യം ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ രണ്ടിൻ്റെയും ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഞാനതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മെഷീനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഈ ഒരു മെഷീൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു പെഡൽ വേണം. അതുപോലെ ഇത് നമ്മൾ പ്ലഗ് ഇൻ ചെയ്തിട്ടാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നത്. ഇത് മെഷീനിലേക്ക് കണക്ട് ചെയ്യാൻ നമുക്കിത് ഇതുപോലെ ഒരു പോർഷൻ ഉണ്ടാകും. അപ്പോൾ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യാൻ നമുക്ക് ആദ്യം നോക്കാം. മെഷീൻ്റെ സൈഡിലായിട്ട് നമുക്കിതുപോലെ ഒരു പ്ലഗ് ഇൻ പോർഷൻ കാണാം. അവിടെയാണ് നമ്മളിത് പ്ലഗ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇവിടെ തന്നെ നമുക്കൊരു സ്വിച്ചും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്താണ് മെഷീൻ ഓൺ ആവുന്നത്. ഇനി ഈ വയറിൻ്റെ അറ്റത്തായിട്ട് തന്നെ നമുക്ക് കറണ്ടിലേക്ക് കൊടുക്കാനുള്ള പ്ലഗ് ഇൻ പോർഷൻ കൂടി കാണാൻ സാധിക്കും. അത് നമുക്ക് ഡയറക്റ്റായിട്ട് കറണ്ടിലേക്ക് കൊടുക്കാം. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മളിവിടെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ലൈറ്റ് ഓൺ ആവുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഇനി വെളിച്ചം കുറഞ്ഞ സമയമാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ. ഇനി ഈ മെഷീനിലുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ഈ രണ്ട് കമ്പികളെന്ന് പറയുന്നത് നമുക്ക് ത്രെഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പോർഷൻസാണ്. അതുപോലെ ഇതിനൊരു ഹാൻഡിൽ വരുന്നുണ്ട്. ഈ ഹാൻഡിൽ വെച്ചിട്ട് നമുക്കിത് ഈസി ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി ഇതിൽ തന്നെ നമുക്കൊരു ബോബിൻ വൈൻഡർ ഉണ്ട്. അപ്പോൾ ഈ ബോബിൻ വൈൻഡറിൽ നമുക്ക് ബോബിൻ ഇട്ടിട്ട് ഈസി ആയിട്ട് തന്നെ നൂലിതിൽ ചുറ്റിയെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം. ഇനി ഈ മെഷീനിൽ എങ്ങനെ നൂലിടാൻ നോക്കാം. അതിന് ഇവിടെ തന്നെ നമുക്ക് മാർക്കിങ്സ് കാണാൻ കഴിയും. കണ്ടല്ലോ, ഇവിടെ നൂലിട്ട് കഴിഞ്ഞാൽ ഇവിടെ ആരോസ് കൊടുത്തിട്ടുണ്ട്. ഈ ആരോ കറക്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നൂലിടേണ്ടത് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മെഷീനാണ്. നമുക്ക് ഈസി ആയിട്ട് ഇതിൽ ആക്സസബിൾ ആണ്. ഈസി ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ കണ്ടല്ലോ, ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് എല്ലാ നമ്പർ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് ഇതിൽ നൂല് ചുറ്റിയെടുക്കാനും ഒട്ടും തന്നെ ഇതിനെക്കുറിച്ച് പരിചയമില്ലാത്ത ആൾക്കാർക്കും തന്നെ ഒറ്റ യൂസിൽ തന്നെ ഇത് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെ നൂലിടാന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു ത്രെഡ് ഹോൾഡറിൽ ഞാനിവിടെ നൂലിട്ട് കൊടുത്തിട്ടുണ്ട്, മറ്റേ ഞാൻ താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇനി നൂലെടുത്തിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗത്തേക്ക് നമുക്കിതിനെ ആദ്യം ഒന്ന് ഒറ്റ റൗണ്ട് ചുറ്റി കൊടുക്കാം. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ഒരു കമ്പിയിലേക്ക് ഇതിനെ ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു നൂലിൽ നമുക്കിത് ഇതുപോലെ ഈ ഒരു ഗ്യാപ്പിലൂടെ താഴത്തേക്ക് എടുക്കാം. അപ്പോൾ താഴത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ താഴെ ഭാഗത്ത് ഇതുപോലെ ഒരു പൊന്തി നിൽക്കുന്ന ഭാഗം കാണാൻ കഴിയും. അവിടെ നമുക്ക് നമ്പർ കാണാൻ കഴിയും. അപ്പോൾ ആ നമ്പറിൽ അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഡയറക്ഷനിൽ തന്നെ നമ്മൾ നൂലിനെ പൊന്തിച്ചെടുക്കാം. ഇനി ഇവിടെ ഒരു കമ്പിയുണ്ട്. കമ്പിയിലേക്ക് നമുക്ക് ഇതിന് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സൈഡിൽ കാണുന്ന ഈ നോബ് നമ്മൾ തിരിച്ചു കൊടുത്താൽ മതി. നോബല്ല, ഇതിന് നമ്മൾ പറയുന്ന പേരെന്ന് പറയുന്നത് ഹാൻഡ് വീൽ. ഈ ഹാൻഡ് വീൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പി മുകളിലേക്ക് പൊന്തി വരും. അപ്പോൾ ആ കമ്പിയിലേക്ക് നമുക്ക് അതിനിട്ട് കൊടുക്കാം. നൂലിനെ നമ്മൾ താഴത്തേക്ക് എടുക്കുന്നു. ഇനി ഈ നൂലിനെ നമുക്ക് സൂചിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സൂചിയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പ്രത്യേകതരം സംവിധാനങ്ങളുണ്ട്. അതിന് കണ്ടാൽ ഇതുപോലെ ഒരു കമ്പി നമുക്ക് ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഫ്ലെക്സിബിളാണ്. അതായത് ഇവിടെ ഇതിൽ ചെറിയൊരു പിന്ന് പോലൊരു സംഭവമുണ്ട്. ആ ഒരു പിന്ന് നമ്മൾ ഈ ഒരു സൂചിയിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ നൂല് കറക്റ്റായിട്ട് നമ്മൾ ആ സൂചിയുടെ അടുത്തേക്ക് ചേർത്ത് വെച്ച് കഴിഞ്ഞ് ആ പിന്നൊന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നൂല് സൂചിയിലേക്ക് കയറി കിട്ടും. അപ്പോൾ ഈസി ആയിട്ട് നൂല് സൂചിയിലേക്ക് കോർത്തെടുക്കാം എന്ന് പറയുന്നത് ഈ ഒരു മെഷീൻ്റെ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജാണ് കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്ത് തന്നെ ബോബിനും ഗേസും എങ്ങനെ ഫിറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു പോർഷൻ നമുക്ക് ഇതിൽ നിന്ന് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഓപ്പൺ ചെയ്യാനുള്ള സാധനമുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ ബോബിനും ഗേസും കാണാൻ പറ്റും കേട്ടോ. കുറച്ച് പൊടി പിടിച്ച് കിടക്കുകയാണ്, അതാണ്. പിന്നെ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗേസിൻ്റെ മുകളിലായിട്ട് നമുക്കിതുപോലൊരു വലിച്ചെടുക്കാൻ പറ്റിയൊരു കമ്പിയുണ്ട്. അത് വലിച്ചെടുത്തിട്ട് ഗേസിനെ പുറത്തേക്ക് എടുക്കാം. ഇനി ഇതാണ് നമ്മുടെ ബോബിൻ വരുന്നത്. ഈ ബോബിൻ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഗേസിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഗേസ് ഇതിലേക്ക് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം കേട്ടോ. ഈ ഒരു ഗേസിലേക്ക് ബോബിൻ ഫിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ നോർമൽ മെഷീനിലും അതുപോലെ തന്നെ ഈ ഒരു ടേബിൾ ടോപ്പ് മെഷീനിലൊക്കെ ഒരേപോലെ തന്നെയാണ്. അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. അത് ഞാൻ കറക്റ്റായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു കമ്പി നമ്മൾ ഗേസിൻ്റെ മുകളിൽ കാണുന്ന ഈ ഒരു കമ്പി മുകളിലേക്ക് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു മെഷീനിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ മറ്റേ ഈ ഒരു അവിടുന്ന് ഊരിയെടുത്തിട്ടുള്ള പോർഷൻ നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി എങ്ങനെയാണ് നമുക്ക് താഴെയുള്ള നൂലിനെ മുകളിലേക്ക് എടുക്കുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ കാണുന്ന ഈ ഹാൻഡ് വീൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടുള്ള നൂല് സൂചി മുകളിലേക്കും താഴത്തേക്കുമായിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും. ഇനി
ഈ ഒരു നൂലിൽ പിടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹാൻഡ് വീലൊന്ന് തിരിച്ചെടുക്കുക. തിരിക്കുന്ന സമയത്ത് തന്നെ ആ താഴത്തെ നൂല് മുകളിലേക്ക് പൊന്തി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവേണ്ടത് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാട്ടോ. നമ്മൾ അടുത്ത വീഡിയോയിൽ അത് കവർ ചെയ്തിട്ട് പോകും. ഇനി നമുക്ക് എങ്ങനെയാണ് ബോബിനിൽ നൂല് ചുറ്റിയെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ നമുക്ക് ബോബിൻ വൈൻഡർ ഉണ്ട്, ഈസി ആയിട്ട് നൂല് ചുറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കണ്ടുള്ളൂ, ഇതാണ് നമ്മുടെ ബോബിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബോബിനിലേക്ക് നമുക്ക് നൂല് ചുറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് 1-2 റൗണ്ട് നൂലിന് ആദ്യം ഒന്ന് ചുറ്റി കൊടുക്കാം. എന്നിട്ട് ഈ കാണുന്ന ഈ ഒരു കമ്പിയിലേക്ക് നമുക്ക് ബോബിനെ വെച്ച് കൊടുക്കാം. ബോബിനെ വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കാണുന്ന നമ്മുടെ ഈ ഒരു ഹാൻഡ് വീൽ ഉണ്ടല്ലോ, ഈ ഹാൻഡ് വീൽ നമ്മൾ ഇതുപോലെ ഒന്ന് പുറത്തേക്ക് തള്ളി കൊടുക്കുക. ഇനി പെഡലൊന്ന് ചവിട്ടി കൊടുക്കുക. ഈസി ആയിട്ട് നൂല് ഇതിലേക്ക് ചുറ്റി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് നൂല് ചുറ്റിയതിന് ശേഷം നമുക്കിത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗം തള്ളി പുറത്തേക്ക് മാറ്റുക. അതിനുശേഷം ബോബി നമുക്ക് അഴിച്ചു മാറ്റാം. എന്നിട്ട് നൂല് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് നൂല് ചുറ്റിയെടുക്കാം. നൂല് ചുറ്റിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇനി നമുക്കിതിലുള്ള സ്റ്റിച്ചസിനെ കുറിച്ച് പഠിക്കാം. ഇതിൽ 2 നോബുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്ന് സെലക്ടറാണ്, ഒന്ന് ലെങ്ത്താണ്. അതായത് നമുക്ക് നൂലിൻ്റെ അതായത് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതും ഒന്ന് നമുക്ക് ഏത് ടൈപ്പ് നൂല് സ്റ്റിച്ച് വേണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളതാണ് സെലക്ടർ എന്ന് പറയുന്നത്. കണ്ടോ, ഇതുപോലെ നമുക്കിത് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇവിടെ ഒരു സ്ക്വയർ പോലെ കാണുന്നുണ്ടല്ലോ, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ബട്ടൺ ഹോള് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർഷനാണ്. ഇതിൽ കാണുന്ന ഒരു റെഡ് കളർ ഡോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ റെഡ് കളർ ഡോട്ടിൻ്റെ കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ട് നമ്മൾ ഏത് പോർഷനാണ് വെക്കുന്നത് ആ രീതിയിലായിരിക്കും നമ്മുടെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് ഉണ്ടാവുക. ഇനി ഇവിടെ തന്നെ നമുക്ക് സ്റ്റിച്ചിൻ്റെ ഏത് ടൈപ്പ് സ്റ്റിച്ച് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് സ്റ്റിച്ചുകൾ വരുന്നുണ്ട്. ABCDEFG വരെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 3 ബട്ടൺ ഹോൾ ടൈപ്പ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു സ്റ്റിച്ച് ഞാൻ ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് നോക്കുക, 2 കളറിലായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ചസ് ഇവിടെ കാണാൻ കഴിയും. ABCDEFG വരെ. അതുപോലെ ബട്ടൺ ഹോളിൻ്റെ 3 സ്റ്റിച്ചസും. അതുപോലെ ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് ഒന്നും കൂടി മുകളിൽ കൊടുത്തതിൻ്റെ ഒന്നും കൂടി അഡ്വാൻസ് വേർഷൻ ആയിട്ടുള്ള കുറച്ച് സ്റ്റിച്ചസും നിങ്ങൾക്ക് കാണാൻ വളരെ സാധിക്കും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഓരോന്നിനും 2 സ്റ്റിച്ചസ് വീതം ഞാൻ ചെയ്ത് കാണിക്കാം. ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് സെലക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എത്ര ലെങ്ത്തിലാണ് സ്റ്റിച്ച് വേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ 2-നും 3-ൻ്റെ ഇടയിലാണ് നമ്മൾ നോർമലി ഇടുന്ന സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്കിതിൽ മുകളിൽ വരുന്ന പിങ്ക് കളറിൽ ഏത് സ്റ്റിച്ചാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. A വേണമെങ്കിൽ A തിരിച്ചിട്ട് വെച്ച് കൊടുക്കുക, B വേണമെന്നുണ്ടെങ്കിൽ Bയിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി സിയിൽ തന്നെ നിങ്ങൾ നോക്കണം, നമ്മൾ സിഗ്സാഗ് ടൈപ്പ് സ്റ്റിച്ചാണ് വരുന്നത്. അതിൽ തന്നെ സി നമുക്ക് സെലക്ട് ചെയ്തിട്ട് സിയിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ലെങ്ത്തിൽ വരുന്ന സ്റ്റിച്ചസ് ഉണ്ട്. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി D വേണമെങ്കിൽ DE അങ്ങനെ അനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ കാണുന്ന ഗ്രീൻ കളർ സ്റ്റിച്ചസ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന ഗ്രീൻ കളർ നമ്മൾ ഇതുപോലെ മുകളിലേക്ക് തിരിച്ച് ഈ ഒരു റെഡ് ഡോട്ടിനോട് മാച്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൽ ഏത് സ്റ്റിച്ചാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ A ആണോ B ആണോ C ആണോ നോക്കിയിട്ട് നമുക്കിവിടെ റെഡിയാക്കി കൊടുക്കാം. അപ്പം ഗ്രീൻ കളർ ചെയ്യുന്ന സമയത്ത് ആ SS ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത്ര കാര്യങ്ങൾ മാത്രം ഇതിൽ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതിൽ ഞാൻ ഇനി സ്റ്റിച്ചിങ് വീഡിയോസ് കാണിക്കുന്നില്ല. നമ്മൾ ഓരോ സ്റ്റിച്ചിങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ഏത് സ്റ്റിച്ചസിൽ ഇടണം എന്നുള്ളതൊക്കെ ഞാൻ ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. പിന്നെ ഈ ഒരു മെഷീൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമുക്കത് സ്പീഡായിട്ട് ഏറ്റവും നല്ല ഫാസ്റ്റായിട്ട് നമുക്കിതിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് പവർ സപ്ലൈ അതായത് കറണ്ടുള്ള സമയത്ത് മാത്രമേ ഇത് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിനായിട്ട് എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ടാബിൾ നമുക്ക് ഇല്ലാത്തൊരു വലിയൊരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ച് നമുക്ക് നമുക്ക് അത്യാവശ്യം വലിയ ഗാർമെൻറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് എടുത്ത് വെച്ച് കുറച്ച് നിവർത്തി വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടത്ര ടേബിൾ പോർഷൻ വിരിച്ച് വെക്കാനുള്ള പോർഷൻ നമുക്കിതിലില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മളുടെ നോർമൽ മെഷീനിൽ നമുക്ക് ടേബിൾ പോലെ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് ഈസി ആയിട്ട് അതിൽ ഫിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയുള്ള വീഡിയോസ് നമ്മൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടുള്ള വരുന്നതായിരിക്കും. അപ്പോൾ അതിന് മുമ്പ് ഈ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതുവരെ ടാറ്റാ ബൈ ബൈ.